ഹലോ എവ്രിവൺ, എല്ലാവർക്കും അഞ്ചാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ അഞ്ചാമത്തെ ദിവസം 21 ഡേ ചലഞ്ചിൻ്റെ അഞ്ചാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വൈ ഗ്രോത്ത് ബീറ്റ്സ് ടാലൻറ്റ് ഓൾ ദ ടൈം എന്നുള്ളതാണ്. അപ്പം ഗ്രോത്ത് എന്തുകൊണ്ടാണ് ടാലൻറ്റിനെ തോൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ടാലൻറ്റ് എന്തായാലും വേണമല്ലോ, ടാലൻ്റ് ഉള്ള ഒരാളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പഠിച്ചു വരുമ്പോൾ ടോപ്പേഴ്സായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒന്നാം ക്ലാസ് മുതൽ ഈവൻ കോളേജ് ഡേയ്സ് വരെ ടോപ്പേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരിക്കും, സ്റ്റേറ്റ് ടോപ്പർ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരാൾ ചിലപ്പം എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണമെന്നില്ല, സിവിൽ സർവീസിൻ്റെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണമെന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ വിശ്വസിക്കുന്നത് ടാലൻറ്റിനെ മാത്രമായിരിക്കും. എനിക്ക് പറ്റും, എനിക്കൊരു ടാലൻ്റ് ഉണ്ട്, പഠിക്കാനുള്ള ടാലൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് പഠിച്ച് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യും എന്ന് വിശ്വസിക്കും. പക്ഷേ ആ ടാലൻറ്റിനേക്കാൾ ഉപരിയായിട്ട് പഠിക്കുക, എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വളരെ കൺസിസ്റ്റൻ്റായിട്ട് വളരെ ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ വളരെ സ്ട്രാറ്റജിക്കായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഗ്രോത്തിനെയാണ് നമ്മൾ എപ്പോഴും കാണേണ്ടത്. ടാലൻ്റ് ഉള്ളവരോ ഇല്ലാത്തവരോ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എന്തെങ്കിലും ഗ്രോ ചെയ്യുന്നുണ്ടോ, ഓരോ ദിവസവും നിങ്ങളൊരു കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ പാർട്ടാകാനായിട്ട് മാറുന്നുണ്ടോ, അതിൻ്റെ ഭാഗമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ പാർട്ട് നമ്മളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നോളജ് ഇൻക്രീസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും, അങ്ങനെ നമ്മുടെ ഔട്ട്പുട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സക്സസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും മലയാളത്തിൽ സിനിമയിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് മോഹൻലാൽ ഒരു ബോൺ ആക്ടറും അതേപോലെ മമ്മൂട്ടി ഒരു ട്രെയിൻഡ് ആക്ടറും ആണെന്ന് പറയാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? മോഹൻലാലിന് വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹം അതിനകത്തേക്ക് ഇടുന്ന ഒരു കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ആ ഒരു പൊസിഷൻ, ആ ഒരു നമ്പർ 1 നമ്പർ 2 ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള പ്രധാന കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ടാലൻ്റ് ഉണ്ട്, ആ ടാലൻറ്റിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് നന്നായിട്ട് ഇടുന്നുണ്ട്, കണ്ടിന്യൂസ് ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഭാഗത്ത് നമ്മൾ മമ്മൂക്കയെ പറ്റി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ട്രെയിൻഡ് ആണ്, അദ്ദേഹം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി അദ്ദേഹം ലേൺ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്കില്ലിനെ ഉടച്ചു വാർത്തുകൊണ്ട് അദ്ദേഹം പിന്നെയും കൂടുതൽ മാജിക് നമ്മളുടെ സ്ക്രീനിൽ കാണിക്കുകയാണ് അല്ലേ. അപ്പം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഓരോ ദിവസവും ഇവർ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സക്സസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിവിൽ സർവീസ് എക്സാമിനേഷനകത്തും നമുക്ക് ഈ ഒരു സക്സസ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ സക്സസ്സിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോത്തിലാണ് വിശ്വസിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് മാറാൻ ശ്രമിക്കുക.